ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ളോഗ്സ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ജൂലൈ ലാസ്റ്റ് വീക്കിൽ അരുന്ധതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ലാതെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഫുൾ ഡേ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല, വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈവനിങ്ങിൽ കേക്ക് കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാണാം. ഇത് നാട്ടിൽ നിന്ന് അമ്മ കേക്ക് ഉണ്ടാക്കിയിട്ട് വീഡിയോ അയച്ചു തന്നതാണ് കുട്ടികളെല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ അവളുടെ പിറന്നാളായിരുന്നു. അന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരു സദ്യ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെയാണ് അരുന്ധതിയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതവളുടെ ഹാൻഡ് പ്രിൻ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. 4 ഇയേഴ്സായി അവൾക്കിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതതുപോലെ പണ്ട് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് ഫുഡ് പ്രിൻ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ കാണിക്കാം ഈ വീഡിയോയിൽ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് വളർന്ന് വലുതാവും നമ്മുടെ കൺമുന്നിൽ. അപ്പോൾ അവരുടെ ഓരോ വളർച്ചയുടെ സ്റ്റേജിൽ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ഉപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ ഉപ്പും ആണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അങ്ങനെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് എല്ലായിടത്തും ഒരുപോലെ ഉപ്പും പൊടിയും എത്തുന്ന രീതിയിലാക്കിയതിന് ശേഷം വെറും ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർക്കുക കേട്ടോ. കാരണം നമുക്ക് ചപ്പാത്തി മാവ്, ഒരു സോഫ്റ്റ് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ അമർത്തിയാൽ നമ്മുടെ വിരലിങ്ങനെ കുഴിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ച് നമ്മളിതാ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടിയാലാണ് നമുക്ക് കയ്യോ കാലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രിൻ്റ് പോലെ നമുക്കിങ്ങനെ മോൾഡ് പോലെ ആയിട്ട് ഈ മാവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ പരത്തി ഒരു സർക്കിൾ ഷേപ്പിൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഡിസൈൻ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഡ്ജിലൊക്കെ ഡിസൈൻ കൊടുക്കാം. ഒരു ഇത്തിരി തിക്നെസ് എന്തായാലും വേണം. നമ്മൾ കൈയാണ് വെക്കുന്നതെങ്കിൽ കൈ വെച്ച് അമർത്തി കഴിയുമ്പോൾ താഴേക്ക് തട്ടി ഓട്ടയായി പോവാത്ത പരുവത്തിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ മുന്നേ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഏകദേശം അതേ വലുപ്പത്തിലൊരു സർക്കിൾ ചെയ്യുകയാണ്. മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചത് ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോ ആയിരുന്നു. ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഉപ്പും ഇതും വെച്ചിട്ടല്ല. ഈ ഡോ നമുക്ക് കുട്ടികൾക്ക് പ്ലേ ഡോ ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ അവർക്ക് ഷേപ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ടാഗ് കെട്ടിയിട്ട് നമുക്ക് തൂക്കിയിടാനോ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മോളുടെ കൈ വെച്ചിട്ട്
ഹാൻഡ് പ്രിൻ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല കുഴിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹാൻഡ് പ്രിൻ്റ് റെഡിയായി. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞത് ഇങ്ങനെ വരും. ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. 2-3 ദിവസമൊക്കെ എന്തായാലും എടുക്കും. പുറം ഭാഗം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും, ഉള്ളിലേക്ക് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്രാക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വല്ലാതെ ചൂട് തട്ടുമ്പോൾ ചിലപ്പോൾ ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പേൾ കളറാണ് യൂസ് ചെയ്യുന്നത്, ഒരു ചെറിയ ഷൈനിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പേൾ കളറ് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഈ കൈയിൻ്റെ ചുറ്റും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൈയിൻ്റെ ഷേപ്പ് മാത്രമാക്കിയിട്ടും എടുക്കാം. ഞാനിപ്പോൾ സർക്കിൾ ഔട്ട്ലൈനിൽ ചെയ്തു എന്ന് മാത്രം. ഇനി ഒരു റിബൺ എടുത്തിട്ട് ഒരു ടാഗും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഹോളിൽ. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും തൂക്കിയിടണമെങ്കിൽ അങ്ങനെ തൂക്കിയിടും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഹാൻഡ് പ്രിൻ്റ്, ഫുട് പ്രിൻ്റ് എന്ത് വേണമെങ്കിലും. ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഏത് സമയത്താണ് നമ്മൾ എടുത്തത് ഡേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് മെൻഷൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മുന്നേ ഉണ്ടാക്കിയാൽ ഞാനൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതിൽ ഇത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്നാണ്. അപ്പോൾ 1 year 4 years എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വ്ളോഗ്സും ക്രാഫ്റ്റും അതുപോലെ ആർട്ട്, ഹോം ഡെക്കർ, ക്ലേ ക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.